20, 21, 22 തീയതികളിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഡേറ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇടയാവണം അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് എർത്ത് വർക്ക്സ് ദിവസവും നടക്കുന്നുണ്ട്. മണ്ണടിക്കുന്നു, നിരത്തുന്നു, കോമ്പാക്റ്റ് ചെയ്ത് പോകുന്നു. ഈ പണി എല്ലാ ദിവസവും ഉണ്ട്. നദിക്കക്കരെ ക്രെയിനുകൾ ഗർഡർ ഇറക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 ദിവസമായിട്ട് 8 ഗർഡർ ലോഞ്ച് ചെയ്ത ദൃശ്യങ്ങളാണ് കാണിച്ചത്. 10 എണ്ണം കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തം 18 ഗർഡറാണ് കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നത്. 20-ാം തീയതി കാണുന്ന ഈ ദൃശ്യങ്ങളിൽ 4 എണ്ണം കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിന് മുകളിൽ കാണുന്ന ഈ 10 എണ്ണമാണ് കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത ഗർഡറുകൾ. സമീപത്തായി കൺസ്ട്രക്ഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച താൽക്കാലിക പാലവും പാതയും ഒക്കെ കാണാം. ഇരുപത് ഗർഡറുകൾ കാസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് 20-ാം തീയതി വൈകുന്നേരം ആയപ്പോൾ 8 എണ്ണമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഊർക്കോണം ഓവർപാസിൻ്റെ സൈറ്റിന് തൊട്ട് മുമ്പുള്ളൊരു പ്രദേശമാണ്. ഇവിടെ ഡ്രെയിനേജ് എക്സ്റ്റെൻഡ് ചെയ്യാനും ആ സൈഡ് വാളിനും ഒക്കെ വേണ്ടിയിട്ടുള്ള എർത്ത് വർക്ക്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം ആയപ്പോൾ 4 ഗർഡറും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 26 ഗർഡറുകൾ 21-ാം തീയതി വൈകുന്നേരം വരെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് 2x സ്പീഡിൽ ഫോർവേഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഗർഡർ ട്രെയിലറിലോട്ട് എടുത്ത് വെക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഒരേ സമയം 2 ഗർഡർ വീതമാണ് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് തോന്നുമെങ്കിലും 2 ക്രെയിൻ ഓപ്പറേറ്റർമാർ തമ്മിലുള്ള കോർഡിനേഷനും സിങ്ക്രണൈസേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ആരെങ്കിലും ഒരാൾ അല്പസ്വല്പം മറ്റേ ആളിനെ അപേക്ഷിച്ച് സ്ലോ ആവുകയോ ഫാസ്റ്റ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ അപകടം തന്നെ സംഭവിച്ചേക്കാവുന്ന ഒരു പ്രവൃത്തിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇരട്ടി സ്പീഡിലാണ് ഈ ഒരു ക്ലിപ്പ് ഞാൻ ഫോർവേഡ് ചെയ്തിരിക്കുന്നത്.
നേരത്തെ പറഞ്ഞ പോലെ 2 ഗർഡറുകൾ ഒരുമിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാരണം ഒരു ഗർഡറിനും കൂടെയുള്ള സ്പേസ് ഇട്ടിട്ടാണ് അവർ ആദ്യത്തെ ഗർഡർ എടുത്ത് വെച്ചിരിക്കുന്നത്. അവരുടെ സ്കില്ലിന് നമിക്കാതെ നിവർത്തിയില്ല. ഇതൊക്കെ താൽക്കാലികമായി മണ്ണിട്ട് നികത്തിയ പുഴ ഒഴുകുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഉറപ്പിക്കലൊക്കെ വേണ്ടി വരുന്നത്. രണ്ടാമത്തെ ഗർഡറും ട്രാൻസ്പോർട്ടിന് വേണ്ടി എടുത്ത് ട്രെയിലറിലോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഏതാണ്ട് 1 വർഷമായി ഗർഡറുകൾ അനങ്ങാതിരുന്ന സ്ഥലം ഇപ്പോൾ ഏകദേശം ഒഴിഞ്ഞൊഴിഞ്ഞ് വരുന്നതും കാണാം. ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം ആയപ്പോൾ കൊല്ലമ്പുഴ അണ്ടർപാസിൻ്റെ തെക്കേ അപ്രോച്ച് മുതൽ ഇടയാവണം അണ്ടർപാസിൻ്റെ വടക്കേ അപ്രോച്ച് വരെ 2 സൈഡിലുമുള്ള ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ കണ്ട മണ്ണ് എല്ലാം നിരത്തി കോമ്പാക്റ്റ് ചെയ്ത് ഇത് 22-ാം തീയതി ആയപ്പോൾ പുതിയ ലോഡ് മണ്ണ് വന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. 22-ാം തീയതി വൈകുന്നേരം ബൈപ്പാസ് ബ്രിഡ്ജ് സൈറ്റിൽ അവസാന ഗർഡർ വയ്ക്കുന്ന പ്രവൃത്തിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരട്ടി സ്പീഡിൽ ഫോർവേഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതോടുകൂടി ഗർഡർ ലോഞ്ച് ചെയ്യുന്ന പ്രവൃത്തികൾ ഈ സൈറ്റിൽ അവസാനിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ക്രൂ പറഞ്ഞ പ്രകാരവും അതേപോലെ തന്നെ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്ത പ്രകാരവും ക്രെയിനുകൾ അടുത്ത ഗർഡർ ലോഞ്ചിങ്ങിന് വേണ്ടി പള്ളിപ്പുറം CRPയുടെ മുന്നിൽ അണ്ടർപാസിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ അവസാന ഗർഡറും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഞാനിവിടുത്തെ ഒരു സൂപ്പർവൈസറായിട്ട് സംസാരിച്ചപ്പോൾ അവർ മഴക്കാലത്തിന് മുമ്പ് കഴിയുന്ന വേഗത്തിൽ ഇതിൻ്റെ ബ്രിഡ്ജിൻ്റെ പണി തീർക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. പ്രൂഫ് ഓഫ് പുഡിംഗ് ഈസ് ഇൻ ഈറ്റിംഗ് എന്ന് പറഞ്ഞതുപോലെ പണികൾ നടക്കുന്നത് കണ്ടിട്ട് നമുക്ക് അപ്ഡേറ്റ് തരാം. പുതിയ കമ്പനിയുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് കേട്ടുകേൾവിയായിട്ടുള്ള കുറച്ച് വിവരങ്ങളും കൂടെ പങ്കുവയ്ക്കാം. അവർ നിലവിൽ ഫിനാൻഷ്യൽ പങ്കാളിത്തം മാത്രമാണ് ഉള്ളതെങ്കിലും അവരുടെ വാഹനങ്ങളും മെഷീനുമൊക്കെ ഉടനെ എത്തുമെന്നും പണികളിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കും എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും 22-ാം തീയതി വൈകുന്നേരം വരെ അത് എത്തിയിട്ടില്ല. അപ്പോൾ അത് എത്തുമെന്നും പണികൾ ഊർജിതമാകും എന്നും പ്രതീക്ഷിക്കാം. ക്രോസ് ഗർഡറിൻ്റെ ഷട്ടറിങ് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട് കോൺക്രീറ്റിങ്ങിന് മുന്നോടിയായിട്ട്. ഇത് കഴിഞ്ഞ ജാനുവരി 15-ന് അടുത്തൊരു വീഡിയോ ക്ലിപ്പാണ്. ഇത് 22-ാം തീയതി വൈകുന്നേരം എടുത്ത വീഡിയോ ക്ലിപ്പാണ്. അപ്പോൾ ഗർഡറൊക്കെ ലോഞ്ച് ചെയ്ത് ആളൊഴിഞ്ഞ പൂരപ്പറമ്പായിട്ട് മാറിയിട്ടുണ്ട്. താൽക്കാലികം മാത്രമാണ്, പണികൾ ഊർജിതമാകുമെന്നും
ഇവിടെ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള പ്രദേശമായി മാറും എന്നും പ്രതീക്ഷിക്കുന്നു. പണികൾ തീരുകയും ആളൊഴിയാത്ത ഒരു പൂരപ്പറമ്പാവുകയും ചെയ്യുന്നൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു.